ഹായ് ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഗൈസ്, ഇന്ന് കേരളത്തിൽ രണ്ടു തരം ആളുകളാണുള്ളത്. ഒന്ന് പേർലി മാണിയുടെ ബ്ലോക്ക് കിട്ടാത്തവർ, രണ്ടാമത്തത് പേർലി മാണിയുടെ ബ്ലോക്ക് കിട്ടിയവർ. പേർലി മാണിയെ ബ്ലോക്ക് ചെയ്തു ഗൈസ്. നമുക്ക് എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് പേർലി മാണി എയറിലായിരുന്നു. പറക്കാൻ ചിറകുകൾ വേണ്ട, ഉള്ളിൽ ചെറിയൊരു പോസ്റ്റ് മതി. ജന്തർ മന്ദറിലെ പ്രൊട്ടസ്റ്റിനെ കുറിച്ച് പേർലി മാണി ഇട്ടിരിക്കുന്ന ഒരു പോസ്റ്റ് ആയിരുന്നു പ്രശ്നത്തിൽ കാരണമായത്. പ്രൊട്ടസ്റ്റിനെ കുറിച്ച് പേർലി മാണിയോട് ചോദിച്ചപ്പോൾ ഇത് വളരെ അപകടം നിറഞ്ഞ ഒരു കാര്യമാണ് പ്രൊട്ടസ്റ്റ്, നിങ്ങൾക്ക് ഒരുപാട് വേദനിക്കും, അപ്പൊ നിങ്ങൾ വീട്ടിൽ പോവുക. ഇറ്റ് കൈൻഡ് ഓഫ് ഡിസ്കറേജ് ടു ദ പീപ്പിൾ. പേർലി മാണി ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. എൻ്റെ വാക്കുകൾ കൊണ്ടും എൻ്റെ പോസ്റ്റിലെ കുറച്ച് കാര്യങ്ങൾ റീസെൻ്റ്ലി ഞാൻ ഇട്ടത് അതെനിക്ക് ക്ലാരിഫൈ ചെയ്തേ പറ്റുള്ളൂ. ബിക്കോസ് എന്നെ ഇവിടെ വരെ എത്തിച്ചത് നിങ്ങളാണ്. നിങ്ങൾ ആരെങ്കിലും പേർലി പറയണം എന്ന് പറഞ്ഞിട്ട് എനിക്ക് കുറേ DM-ലൊക്കെ കുറേ മെസ്സേജ് വന്നിരുന്നു. സോ ഐ ടുക്ക് മൈ ടൈം. ഞാൻ കാണുന്ന ഇമേജസിൽ സ്റ്റുഡൻസ്, പോലീസ് ഓഫീസേഴ്സ് എല്ലാവരും ഹേർട്ട് ആവുന്ന വീഡിയോസ് ആണ് ഞാൻ കണ്ടത്. ആൻഡ് ഇറ്റ് ചേഞ്ച്. അത് കാണുമ്പോൾ എൻ്റെ മനസ്സിൽ ഒരു കാര്യം ഞാൻ ചിന്തിച്ചു. എന്താണ് ഞാൻ ചിന്തിച്ചത്? ഓൾ ഐ കുഡ് was think was, പ്ലീസ് ഡോണ്ട് ഗെറ്റ് ഹേർട്ട്. നിങ്ങൾ ആരും ഹേർട്ട് ആവല്ലേ. പ്ലീസ് സ്റ്റേ സേഫ്. ഇഫ് യുവർ ലൈഫ് ഇസ് ഇൻ ഡേഞ്ചർ, ഗോ ബാക്ക് ഹോം. നോ കോസ് ഇസ് വർത്ത് ലൂസിങ് എ ലൈഫ് ഓവർ. ഇതാണ് ഞാൻ ചിന്തിച്ചത്. നിങ്ങൾ ആരും ഹേർട്ട് ആവരുത്. അയ്യോ, ആരുടെയും ലൈഫ് നഷ്ടപ്പെടല്ലേ. നിങ്ങളുടെ ലൈഫ് ഡേഞ്ചർ ആണെങ്കിൽ നിങ്ങൾ വീട്ടിൽ പോകണം. ഇതാണ് ഞാൻ എൻ്റെ മനസ്സിൽ ആലോചിച്ചത്. ഞാൻ ഇത് പറയുമ്പോൾ നിങ്ങൾ എല്ലാവരും വീട്ടിൽ പോകും എന്നല്ല ഞാൻ പറയുന്നത്. അത് പറയാൻ ഞാൻ ആരുമല്ല. പേർലി മാണി ആ കുട്ടികളുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് കുട്ടികൾ സേഫ് ആയിരിക്കണം, വീട്ടിൽ പോകണം എന്നാണ് പറഞ്ഞത്. നല്ല ഒരു ഇന്റൻഷൻ വെച്ചിട്ടാണ്. പക്ഷെ അതൊരു പ്രൊട്ടസ്റ്റ് എന്ന നിലയിൽ നോക്കുമ്പോൾ ആ പ്രൊട്ടസ്റ്റ് ഇപ്പൊ കുട്ടികൾ പേർലി മാണി പറയുന്നത് കേട്ടിട്ട് വീട്ടിൽ പോയിരുന്നാൽ എന്തെങ്കിലും ഇന്ന് നടക്കുമോ? ഇന്ന് ഇപ്പൊ സംഭവിച്ചിരിക്കുന്ന ധർമ്മേന്ദ്ര പ്രധാൻ വിദ്യാഭ്യാസ മന്ത്രിനെ കുറച്ച് കുട്ടികൾ പോയിട്ട് താഴെ ഇറക്കി എന്നുള്ളതാണ്. ആ ഒരു സംഭവം തന്നെ നടക്കില്ല. പേർലി മാണി പറഞ്ഞത് ഫോളോ ചെയ്തിരുന്നെങ്കിൽ. പ്രൊട്ടസ്റ്റിന് പോകുമ്പോൾ ഓപ്പോസിറ്റുള്ള ആളുകൾ നമ്മളെ പേടിപ്പിക്കും. അത് കാണുമ്പോൾ വീട്ടിലേക്ക് പോവാം. അതിനാണെങ്കിൽ പിന്നെ പ്രൊട്ടസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഇങ്ങനത്തെ ഒരു കാര്യത്തിൽ അങ്ങനത്തെ ഒരു കാര്യം പറയാൻ ഞാൻ ആരും ഐ എം നോബഡി. ഞാൻ എനിക്ക് ഫീൽ ചെയ്ത കാര്യമാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. അതിനുശേഷം ഞാൻ എഴുതിയിരിക്കുന്നത് എവറി സ്റ്റുഡന്റ് ഇസ് സമൺസ് ചൈൽഡ്. ഓരോ സ്റ്റുഡന്റും ഒരാളുടെ കുഞ്ഞാണ്, ഒരാളുടെ ഡ്രീമാണ്. സംബഡീസ് ഡ്രീം, സമൺസ് എൻറ്റയർ വേൾഡ്. ഒരാളുടെ ലോകമാണ് ഓരോ കുഞ്ഞുമക്കളും. അതേപോലെ തന്നെയാണ് സൂയിസൈഡ് ചെയ്ത 21 സ്റ്റുഡൻസ് അവരുടെ പാരന്റ്സിന്റെ ഡ്രീമാണ് ആയിരുന്നു. നമുക്ക് സംഭവിക്കാത്തത് കൊണ്ടാണ് നമുക്ക് അതിന്റെ ഇന്റൻസ് മനസ്സിലാവാത്തത്. നമ്മളെല്ലാവരും ചിന്തിക്കുന്നത് ഒരേ ഒരു കാര്യമാണ്. നമ്മുടെ കുട്ടികൾ ഡിസർവ് ചെയ്യുന്നത് ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം ദാറ്റ് ഇസ് ട്രാൻസ്പെറന്റ് ആൻഡ് ഫെയർ. എല്ലാവർക്കും ഒരേപോലെ ഫെയർ ആയിരിക്കുന്ന ആൻഡ് ഗിവ്സ് എവറി ചൈൽഡ് ആൻ ഈക്വൽ ഓപ്പർച്യൂണിറ്റി ടു സക്സീഡ്. ജയിക്കാൻ ഒരു ഈക്വൽ ആയിട്ടുള്ള അവകാശം എല്ലാ കുഞ്ഞുങ്ങൾക്കും ഉണ്ട്. ഓക്കെ, അതിനുവേണ്ടി എന്താണ് ചെയ്യേണ്ടത്? പേർലി മാണി ഒന്ന് പറയാമോ? ഗോ ബാക്ക് ടു ഹോം. അങ്ങനെ ഒരു ട്രാൻസ്പെറന്റ് എഡ്യൂക്കേഷൻ സിസ്റ്റം ഇവിടെ ഇല്ലാത്തതുകൊണ്ടാണല്ലോ ഇവർ പ്രൊട്ടസ്റ്റ് ചെയ്യാൻ പോയത്. കുട്ടികൾ തെരുവിലിറങ്ങി സമരം ചെയ്യുന്നത് അവർക്ക് അത് ഇഷ്ടമായതുകൊണ്ടല്ല, അവർക്ക് വേറെ വഴിയില്ലാത്തതുകൊണ്ടാണ്. They deserve to be heard. അവരെല്ലാവരും കേൾക്കണം. They deserve. അതും അവരുടെ അവകാശമാണ്. They deserve to feel safe while expressing themselves peacefully. They deserve. അവരുടെ അവകാശമാണ്. അവരൊരു കാര്യം പറയുന്ന സമയത്ത് അവർ സേഫ് ആയിട്ടുള്ള ഒരു എൻവയറമെന്റും അവർ ഡിസർവ് ചെയ്യുന്നു. എസ്പെഷ്യലി പീസ്ഫുൾ ആയിട്ട് അവരൊരു കാര്യം അവർ പറയുന്ന സമയത്ത്. അറ്റ് ദ സെയിം ടൈം ഇതെല്ലാം പറയുമ്പോഴും ഐ ഹോപ്പ് ദാറ്റ് ദ ഒറിജിനൽ പർപ്പസ് ഓഫ് ദിസ് മൂവ്മെന്റ് ഇസ് നെവർ ഓവർഷാഡോഡ്. പ്രൊട്ടസ്റ്റിൽ പൊളിറ്റിക്കലി ഉപയോഗിക്കാൻ ഒരുപാട് ടീംസുകൾ ശ്രമിച്ചിട്ടുണ്ട്, നമുക്കറിയാം. അതെല്ലാ പ്രൊട്ടസ്റ്റിലും നടക്കുന്നതാണ്. I believe in the right to peaceful expression. ഞാൻ വിശ്വസിക്കുന്നത് peaceful expressionലാണ്. I do not believe in violence, no matter who it comes from. ഞാൻ they unfolded history where that division. പേർലി മാണിയുടെ ക്ലാരിഫിക്കേഷൻ മോർ ലൈക്ക് എ ട്രാൻസ്ലേഷൻ ടു മീ. അതായത് ഞങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്നുള്ള പോലെ. പിന്നെ എനിക്ക് മനസ്സിലായത്, എനിക്ക് കുറേ DM-ൽ ഒരു പോസ്റ്റ് മാത്രം എനിക്ക് കുറേ പേര് എടുത്തെഴുതാൻ തുടങ്ങി. ഇങ്ങനെ ഒരാൾ ഈ ഒരു പോസ്റ്റിനെ കുറിച്ച് ഇത്രയും വലിയൊരു വ്യാഖ്യാനം നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ പോസ്റ്റ് കണ്ടു. എനിക്ക് ഭയങ്കര ഹേർട്ടായി. ഞാൻ ഭയങ്കരമായിട്ട് വിഷമിച്ചു. പക്ഷേ ഞാൻ എഴുതാത്ത കാര്യം എങ്ങനെയാണ് ഇത്രയും മോശമായ രീതിയിൽ, അതിനകത്തൊരു ലൈനാണ് ഏറ്റവും ഹേർട്ട് ചെയ്തത്. ഇത് ഞാൻ ആരും വേദനിപ്പിക്കാൻ വേണ്ടിയാണ് വീഡിയോ ചെയ്യുന്നത്. പക്ഷേ എന്നെ ഹേർട്ട് ചെയ്ത ഒരു മെയിൻ സാധനം എന്താണെന്ന് വെച്ചാൽ ഫ്രീഡം ഫൈറ്റേഴ്സിന്റെ ഗ്രേവിൽ ഞാൻ തുപ്പുന്ന പോലെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സാധനം വന്നു. എനിക്ക് ഭയങ്കര സത്യമായിട്ട് എനിക്കത് ഭയങ്കര ഹേർട്ടായി. അത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ റിയാക്ട് ചെയ്യേണ്ട വിട്ടുകളാ എന്ന് വിചാരിച്ചു. പക്ഷേ ഈ സാധനം തന്നെ എൻ്റെ കമന്റ്സിൽ വരാൻ തുടങ്ങി. നീ അവരെ നോക്കി തുപ്പാണ്. ആ ഒരു ചീത്ത രീതിയിലൊക്കെ ഈ പോസ്റ്റ് ഇട്ട ആളെ ഒരു ഫെയിൽഡ് ഫിലിം മേക്കർ എന്ന് വിളിച്ചു. ഞാൻ അത് ഡിലീറ്റും ചെയ്തു. എന്നുവെച്ചാൽ അത് തെറ്റാണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ എനിക്കറിയാം എന്തായാലും സ്ക്രീൻഷോട്ട് പോകും. പക്ഷേ പേർലി മാണിയുടെ പോസ്റ്റിനെതിരെ സിബി മലയിലിന്റെ മോൻ ഒരു പോസ്റ്റ് ഇട്ടു. അതിനെ ഒപ്പോസ് ചെയ്യുന്ന പേർലി മാണിയുടെ പോസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഫെയിൽഡ് മൂവി ഡയറക്ടർ എന്നെ കുറിച്ച് പറഞ്ഞത് കണ്ടില്ലേ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഉള്ള ഒരു പോസ്റ്റ്. എനിക്കത് കണ്ടപ്പോൾ ഇതിപ്പോ SS രാജമൗലി ആയിട്ട് വാ നീ എന്നെ ക്രിറ്റിസൈസ് ചെയ്യാന്ന് പറയുന്ന പോലെ ആയിരുന്നു. അങ്ങനെ വിളിക്കാൻ പാടില്ല. ഒരു ഫെയിൽഡ് എന്നോ നമ്മൾ ആരുമല്ല അങ്ങനെ ഒരാളെ വിളിക്കാൻ. അങ്ങനെയല്ല എൻ്റെ പേരൻസ് എന്നെ വളർത്തിയത്. അത് വളരെ വലിയൊരു തെറ്റായി. അദ്ദേഹത്തിനോട് ഞാൻ ഈ ഒരു അവസരത്തിൽ ഞാൻ മാപ്പ് ചോദിക്കുകയാണ് അങ്ങനെ വിളിച്ചതിന്. ഐ എം സോറി. I didn't mean to say that and I'm sorry if I hurt you by saying that. വേറെ ഒന്നും ഞാൻ അത്രയും ഡീപ്പായിട്ട് ഞാൻ ചിന്തിക്കാണ്ടാണ് അത് ഞാൻ അങ്ങനെ പോസ്റ്റ് ചെയ്തു. ഞാൻ അതങ്ങനെ അപ്ലോഡ് ചെയ്തു. ഈ കളറിൽ ഒരു വ്യാഖ്യാനം അദ്ദേഹം എൻഡിൽ കൊടുത്തിരുന്നു. ഈ കളർ കണ്ടറിയാം എന്താണ് ഏത് പാർട്ടിനെയാണ് കൂടെ നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ഒരു പാർട്ടിയുടെ ഭാഗമാക്കി കാണിക്കുന്ന രീതിയിൽ. അത് ശരിയല്ല. അങ്ങനെ ഒരാളെ ചാപ്പ കുത്തുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ഒരാളൊരു അഭിപ്രായം പറഞ്ഞതിൽ അല്ലെങ്കിൽ സാഫ്രോൺ കളർ ഇട്ടതിൽ അവർ പറഞ്ഞെന്താണ് അതിനെ കുറിച്ച് പറയാ. അല്ലാതെ അവര് സാഫ്രോൺ കളർ അതിന്റെ സൈഡിൽ കണ്ടു ഒരു സംഖ്യയാണ്. ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാണ്. അങ്ങനെ ഞാൻ എഴുതാൻ പാടില്ല. പക്ഷേ ഇവിടെ എനിക്ക് ക്ലാരിഫൈ ചെയ്യേണ്ട ഒരു കാര്യം, എല്ലാ പാർട്ടിയിലും അത് ഏതൊരു പാർട്ടി ആയിക്കോട്ടെ, ഇവിടെയുള്ള എല്ലാ പാർട്ടിയിലും എനിക്ക് വളരെ അടുത്ത സുഹൃത്തുക്കളുള്ള ആളാണ് ഞാൻ. എനിക്ക് എല്ലാ പാർട്ടിയും എനിക്ക് വേണ്ടപ്പെട്ടതാണ്. ഇത് വേറൊരു സ്റ്റോറി ഇട്ടിട്ട് പറഞ്ഞു ഇദ്ദേഹത്തിന്റെ അച്ഛനെയാണ് ഞാൻ കുറ്റം പറയുന്നത്
അച്ഛനെയാണ് ഞാൻ പറയുന്നത്. അദ്ദേഹത്തിന്റെ അച്ഛൻ ഇസ് ദ വൺ ആൻഡ് ഓൺലി സിബി മലയിൽ, ദ ഡയറക്ടർ, ദ ഐക്കോണിക്, ദ മോസ്റ്റ് ലവ്ഡ്, ദ മോസ്റ്റ് സെലിബ്രേറ്റഡ്. എനിക്കൊക്കെ ഐ എം എ ഹ്യൂജ് ഫാൻ ഓഫ് സിബി മലയിൽ സർ. ട്രോള് വന്നിരുന്നു സിബി മലയിലിനെ കുറിച്ച് അങ്ങനെ പറഞ്ഞു പറഞ്ഞിട്ട്. പക്ഷെ ഞാനത് വിശ്വസിച്ചില്ല, സത്യം പറയാലോ. സിബി മലയിലിനെ കുറിച്ച് ആരെങ്കിലും ഫെയിൽഡ് ഫിലിം ഡയറക്ടർ അത്രത്തോളം ഇവിടെ നമ്മള് മലയാളികളല്ലേ, കേരളത്തിൽ ജീവിക്കാത്ത വ്യക്തിയല്ലല്ലോ. പക്ഷെ ആരെക്കുറിച്ചും അങ്ങനെ പറയരുത്. ബിഗ് ഫാൻ ഓഫ് സിബി മലയിൽ സർ. ഈ ഒരു സാധനമാണ് എന്നെ ഏറ്റവും കൂടുതൽ ഹേർട്ട് ചെയ്തത്. ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ഒരു കാര്യമാണ്. ഇതില് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ പേളിമാണി ഉദ്ദേശിച്ച രീതിയിൽ അത് പോയില്ല. ആ ഒരു വിഷയത്തിന്റെ സീരിയസ്നെസ് മനസ്സിലാവാത്തത് ആയിട്ട് പോലെയാണ് എനിക്ക് മനസ്സിലായത്. അതേപോലെ തന്നെ കുറെ ട്വിസ്റ്റും ചെയ്തു മീഡിയാസ് ഒക്കെ. വിഷയത്തിന്റെ സീരിയസ്നെസ് പേളിമാണി മനസ്സിലാക്കണമായിരുന്നു. അനീതി കാണുമ്പോൾ പ്രതികരിക്കാതെ വീട്ടിലിരുന്നവരാരും ഈ സമൂഹത്തിൽ ഒരു മാറ്റവും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, പ്രൊട്ടസ്റ്റ് ചെയ്യുന്നവരെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അവരെ ഡിമോട്ടിവേറ്റ് എങ്കിലും ചെയ്യാതിരിക്കുക. അതേപോലെ പേളിമാണിയുടെ കണ്ടന്റ് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ ബ്ലോക്ക് ലിസ്റ്റിലുണ്ട്. അവരെ ആ ബ്ലോക്ക് ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കണമെന്നും ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു.